ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ കുഞ്ഞ് ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. ഇന്ന് നമുക്ക് ഒത്തിരി വർക്കൊക്കെ ചെയ്ത് തീർക്കണം. അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. രാവിലെ ഞാനിവിടെ കട്ടനും ബ്രേക്ക്ഫാസ്റ്റും കഴിക്കുകയാണ് കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റിന് ചപ്പാത്തിയും മുട്ട റോസ്റ്റാണ് കേട്ടോ. അപ്പോൾ അത് കഴിച്ചിട്ട് നമുക്ക് വർക്ക് ചെയ്യാനായിട്ട് പോവാം. രാവിലെ ഞാൻ കുറച്ച് നേരം ജേർണലിങ് ചെയ്യാറുണ്ട്, ഇല്ലെങ്കിൽ കിടക്കാൻ നേരത്തായിരിക്കും കേട്ടോ. സമയം കിട്ടുമ്പോഴാണ് കേട്ടോ ഞാൻ ജേർണലിങ് ചെയ്യാറുള്ളത്. കറക്റ്റായിട്ട് എനിക്ക് ചെയ്യാനൊന്നും അറിയില്ല, എങ്കിലും ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ജേർണലിങ് ചെയ്യാനായിട്ട് തുടങ്ങി കേട്ടോ. നല്ല ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഈ ഡ്രോയിങ്, അതുപോലെ ഈ ജേർണലിങ് ചെയ്യുന്നത്. മോളും ഞാൻ ചെയ്യുന്നത് കണ്ടിട്ട് ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് നമുക്ക് വന്ന വർക്ക് ഇതാ പ്രൈഡ്രസ്സിൻ്റെ കുറച്ച് വർക്കുണ്ട്, ഓർഡേഴ്സ് ഉണ്ട്. റമദാന് ഇനി കുറച്ച് ദിവസമല്ലേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇതാ ഒരു 4 ഫ്രൈഡ് റൈസ് കറക്റ്റായിട്ടും നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊറിയർ ചെയ്യാനുണ്ട്. അപ്പോൾ ഇത് 4 എണ്ണമാണ് കേട്ടോ. അപ്പോൾ നമ്മളിത് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ കട്ടിങ് സ്റ്റിച്ചിങ് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്കൊരു കസ്റ്റമർ കൊണ്ട് തന്നെയാണ്, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഫ്രോക്ക്. ഇത് ഡാൻസിൻ്റെ ഫ്രോക്കാണ് കേട്ടോ കുഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിന് നമുക്കിനി സ്ലീവ് അറ്റാച്ച് ചെയ്യണം. അപ്പോൾ ഒത്തിരി പേർക്ക് സ്ലീവ് അറ്റാച്ച് ചെയ്യുന്ന കാര്യത്തിൽ ഡൗട്ടാണ്, ബിഗിനേഴ്സിൻ്റെ കാര്യമാണ് കേട്ടോ പറയുന്നത്. എങ്ങനെയാണ് ആ മെഷർമെൻറ്റ് എടുക്കുന്നതെന്ന് പലർക്കും അറിയത്തില്ല. അപ്പോൾ നമ്മുടെ ഈ ഒരു ഫ്രോക്കിൽ ഇത് കറക്റ്റായിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കാം. ദെൻ നമുക്കിത് രണ്ടായിട്ടൊന്ന് ഫോൾഡ് ചെയ്തിടാം. ഇതുപോലെ രണ്ടായിട്ട് ഫോൾഡ് ചെയ്യാം. ഇനി ഇതിൻ്റെ ഷോൾഡർ നമുക്ക് എത്രയാണെന്ന് നോക്കാം. ഷോൾഡർ വന്നിട്ട് 5 ഇഞ്ചസാണ് കേട്ടോ. ഈ ഒരു ഷോൾഡർ മുതൽ നെക്കിൻ്റെ ആ ഒരു വിഡ്ത്ത് വരെ 5 ഇഞ്ചസാണ് നമുക്ക് കിട്ടുന്നത്. ഒരു 1/2 ഇഞ്ചസും കൂടി നമുക്ക് കൂട്ടി 5.5 ഇഞ്ചസ്. ഇനി നമുക്ക് അതിൻ്റെ കൂടെ ഒരു 2 ഇഞ്ചസ് എക്സ്ട്രാ ആഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഒരു 7 കിട്ടും, 7 or 7.5. അപ്പോൾ അതാണ് നമുക്ക് കിട്ടുന്നത്. ഇനി അത് നമുക്ക് ആം ഹോളിലേക്ക് വെച്ച് നോക്കാം കറക്റ്റ് ആണോ എന്ന്. അപ്പം നമുക്ക് 7 ഇഞ്ചസ് കിട്ടും. 7.5 ഇഞ്ചസ് നമ്മൾ 1/2 ഇഞ്ചസ് അലവൻസിന് കൂട്ടി കൊടുത്തതാണ് കേട്ടോ. ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ള ആ ഒരു മെറ്റീരിയൽ ഇതുപോലെ 4ആയിട്ടൊന്ന് ഫോൾഡ് ചെയ്തിടാം. ഇനി സ്ലീവിൻ്റെ വിഡ്ത്ത് വന്നിട്ട് നമുക്ക് 7.5 ഇഞ്ചസ് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ആ ഒരു പോർഷനിൽ വെച്ചിട്ടാണ് നമ്മൾ ക്യാപ്പ് ഹൈറ്റ് മാർക്ക് ചെയ്യുന്നത്. കുഞ്ഞുങ്ങൾക്ക് നമുക്കൊരു 2.5 ഇഞ്ചസ് മതി. ഒരു 2.5 ഇഞ്ചസ് ക്യാപ്പ് ഹൈറ്റ് നമുക്ക് ഇതുപോലെ താഴേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ആ ഒരു കർവ് ലൈൻ വരച്ചു കൊടുക്കാം. ഇതുപോലെ മുകളിൽ നിന്ന് ഇതുപോലെ കർവായിട്ട് വരച്ചു കൊടുക്കാം. ദെൻ നമുക്ക് സ്ലീവിൻ്റെ ലെങ്ത് മാർക്ക് ചെയ്യാം. ലെങ്ത് ഞാനിവിടെ 18 ഇഞ്ചസാണ്. കുഞ്ഞുങ്ങൾക്ക് 8 വയസ്സുള്ള കുഞ്ഞിനാണ് കേട്ടോ നമ്മളിത് ചെയ്യുന്നത്. നമുക്ക് ഫുൾ സ്ലീവിന് ഒരു 18 ഇഞ്ചസ് നമുക്ക് എടുക്കാം. 18 ഇഞ്ചസ് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. സ്ലീവിൻ്റെ ബോട്ടം റൗണ്ട് വന്നിട്ട് നമുക്കൊരു 6 ഇഞ്ചസ് മാർക്ക് ചെയ്യാം. 1 ഇഞ്ചസ് അലവൻസ് ആണ് കേട്ടോ. അപ്പോൾ നമുക്കൊരു 5 ഇഞ്ചസ് മതി. പ്ലസ് 1 ഇഞ്ച് 6 ഇഞ്ചസ് നമുക്ക് മാർക്ക് ചെയ്തതിന് ശേഷം ആ ലൈൻ നമുക്കിതിലേക്കൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. ജോയിൻ ചെയ്തതിന് ശേഷം കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ സ്ലീവ് നമുക്ക് ഫ്രോക്കിലേക്ക് ജോയിൻ ചെയ്യാം. അപ്പോൾ നമ്മൾ കുറച്ച് ബ്രൈഡേഴ്സൊക്കെ ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട് എളുപ്പത്തിനാണ് ഇങ്ങനെ കട്ട് ചെയ്ത് വെക്കുന്നത്. എന്നിട്ട് നമുക്ക് ഓരോന്നായിട്ട് പെട്ടെന്ന് സ്റ്റിച്ച് ചെയ്യാം. നെക്സ്റ്റ് നമുക്കൊരു കുർത്തി സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഒരു ഓർഡർ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് കേട്ടോ, അജ്രക്കിൻ്റെ ഈ ഒരു മെറ്റീരിയലാണ് അവർ ചൂസ് ചെയ്തത്. നമുക്ക് അവർ അളവിന് ടോപ്പും തന്നിട്ടുണ്ട്. അപ്പോൾ ഇതും നമുക്ക് കട്ട് ചെയ്ത് വെക്കണം. ഇതിൻ്റെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് വീഡിയോയും ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സ്റ്റിച്ചിങ് അപ്ലോഡ് ചെയ്തിട്ടില്ല, കട്ടിങ്. എന്തെങ്കിലും സ്റ്റിച്ചിങ്ങിൽ ഡൗട്ടുള്ളവർ കമൻറ്റ് ചെയ്യണേ. ഈ ഒരു ഗൗണ് നമുക്ക് റീക്രിയേറ്റ് ചെയ്യാനുള്ളതാണ് കേട്ടോ. ഇതിന് ഈ ഒരു അബായ പോലത്തെ ഈ 2 ഫ്രോക്കില്ലേ, ഇത് നമുക്ക് സിംഗിൾ ടോപ്പായിട്ട് സ്ലിറ്റഡ് ടോപ്പായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ അതും നമുക്കിനി കട്ട് ചെയ്യാനുണ്ട്. ഇതൊരു അബായാണ്. ഇതിൻ്റെ ഇന്നർ പോർഷനിൽ ഇതുപോലെ ഒരു റെഡ് മെറ്റീരിയൽ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കട്ട് ചെയ്തെടുത്തിട്ടാണ് നമുക്കിനി സ്ലിറ്റഡ് ടോപ്പ് സ്റ്റിച്ച് ചെയ്യാനുള്ളത്. ഇത് നമുക്ക് വേറൊരു കസ്റ്റമർ തന്നാണ്. ഈ ഒരു ജോർജറ്റ് മെറ്റീരിയലിൽ നമുക്കൊരു ഗൗണ് സ്റ്റിച്ച് ചെയ്യാനുണ്ട് കേട്ടോ. അപ്പോൾ ഇതും നമുക്കിനി കട്ട് ചെയ്യണം.
ഇത് കിഡ്സിൻ്റെ ജീൻസ് സ്കേർട്ടാണ് കേട്ടോ. ഇതിൻ്റെ ബട്ടൺ പോയിട്ടുണ്ട്. അപ്പോൾ അത് ഫിക്സ് ചെയ്യാനായിട്ടാണ് കൊണ്ട് തന്നത്. അപ്പോൾ നമുക്കിവിടെ ബട്ടൺസ് ഫിക്സ് ചെയ്യണം. അതായത് ഇതുപോലെ ചെറിയ ബട്ടൺസ് നമുക്ക് ഷോപ്പിൽ നിന്ന് വാങ്ങാനായിട്ട് കിട്ടും. ഐ തിങ്ക് ഒരു 3 രൂപ 5 രൂപയാണെന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് വാങ്ങാൻ കിട്ടും. ഇനി നമുക്കിതിവിടെ തുന്നി പിടിപ്പിക്കാം. അല്ലെങ്കിലും സ്റ്റിച്ച് ചെയ്യാൻ വരുമ്പോഴാണ് കേട്ടോ മെഷീൻ പണി തരുന്നത്. അപ്പോൾ ഇന്ന് എന്തോ നൂല് കുരുങ്ങിയിട്ട് നമുക്ക് പണി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഫുള്ള് നൂല് കുരുങ്ങിയിരിപ്പുണ്ട്. അപ്പോൾ ഞാൻ ചെറിയൊരു നീഡിൽ വെച്ചിട്ട് ഇതുപോലെ ക്ലീൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു ലോഡ് നൂലാണ് കേട്ടോ ഇതിൻ്റെ അകത്തുനിന്ന് ഇങ്ങനെ വരുന്നത് കേട്ടോ. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഈ ഒരു മെഷീൻ്റെ ഈ ഒരു ബോബിൻ ഇടുന്ന ആ ഒരു പോർഷനിൽ ക്ലീൻ ചെയ്ത് കൊടുക്കണം. അപ്പോഴാണ് നമുക്ക് കറക്റ്റ്. ഇത് നമുക്കുള്ള അജ്രക് മെറ്റീരിയൽസ് ആണ് കേട്ടോ. അപ്പോൾ ഇതിൽ നിന്നാണ് കസ്റ്റമേഴ്സൊക്കെ നമുക്ക് സ്റ്റിച്ചിങ്ങിന് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് നമുക്ക് സെലക്ട് ആയിരിക്കുന്ന ഈ ഒരു മെറ്റീരിയലാണ് കേട്ടോ. ഈ ഒരു ബ്യൂട്ടിഫുൾ നേവി ബ്ലൂവിൻ്റെ ഈ ഒരു മെറ്റീരിയലാണ്. ഇതൊക്കെ നൈറ്റി പീസാണ് കേട്ടോ. നമുക്ക് ഓർഡർ വരുന്നത് ടോപ്പ് സ്റ്റിച്ച് ചെയ്യാനാണ്. ഇതെൻ്റെ സിസ്റ്റർ കൊണ്ടുവന്ന ഒരു മെറ്റീരിയലാണ്. ഇതിലിനി ടോപ്പ് ആൻഡ് ബോട്ടം സ്റ്റിച്ച് ചെയ്യണം. അപ്പോൾ ഇതും നമുക്കിനി സ്റ്റിച്ച് ചെയ്യാനുണ്ട് കേട്ടോ. അത്യാവശ്യമുള്ള കുറച്ച് പണിയൊക്കെ നമ്മൾ തീർത്തിട്ട് നേരെ പോയത് പോസ്റ്റ് ഓഫീസിലേക്കാണ്. നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വെച്ച ആ ഒരു പ്രേറ്റേഴ്സ് നമുക്ക് പാഴ്സൽ അയക്കാനുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് പോത്തൻകോടേക്കാണ്. പോത്തൻകോട് സൈൻ ലബാൻ വന്നെന്ന് അറിഞ്ഞായിരുന്നേ. അപ്പോൾ അത് കഴിക്കാനായിട്ടാണ് കേട്ടോ ഞാനും എൻ്റെ കസിൻസും മക്കളും കൂടി ആയിട്ട് അങ്ങോട്ട് പോയത് കേട്ടോ. അപ്പോൾ അവിടെ ചെന്നപ്പോഴത്തേക്ക് 1 മണിക്കാണ് ഓപ്പണിംഗ് എന്ന് പറഞ്ഞത്. അപ്പോൾ അവിടുത്തെ പോസ്റ്റായിട്ട് നിൽക്കുകയാണ് എല്ലാവരും. നീണ്ട കാത്തിരിപ്പിനൊടുവിൽ ഷോപ്പ് ഓപ്പൺ ആയിട്ടോ. അപ്പം നമ്മൾ ഓർഡർ ചെയ്തിരിക്കുന്നത് ഈ ഒരു പിസ്താഷ്യോ എന്തോ ഒരു സാധനം, പേര് മറന്നു കേട്ടോ. പിന്നെ അസീറത്തുൽ എന്ന് പറഞ്ഞൊരു ജ്യൂസും കൂടി ഓർഡർ ചെയ്തു. ഈ ജ്യൂസിൽ മിക്സ് ചെയ്യാനുള്ള കുനാഫാണ് കേട്ടോ നമ്മൾ ഈ ഒരു സംഭവത്തിൽ മിക്സ് ചെയ്തിട്ട് കഴിക്കുന്നത്. നമുക്കറിയില്ലായിരുന്നു, പിന്നെ റീൽസ് കണ്ടപ്പോഴാണ് മനസ്സിലായത്. എന്തായാലും സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. നമ്മളെല്ലാവരും നല്ല രീതിയിൽ എൻജോയ് ചെയ്തു. അപ്പോൾ ഇത് 4 പേർക്കുണ്ടെങ്കിലേ കഴിക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ഇതൊക്കെ കഴിച്ചിട്ട് നേരെ വീട്ടിലേക്ക് പോയി. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ.